നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ പോവാണ്. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇന്ന് ഞാൻ ആക്ച്വലി ജനറൽ ആയിട്ട് എടുക്കാൻ പോകണം. ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു ദിവസം ആരുടെയോ റിക്വസ്റ്റിൽ ഞാൻ ചെയ്തിരുന്നു അല്ലേ, ലൈക്ക് ജനറൽ റിലേഷൻഷിപ്പ് അല്ലാതെ, അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബന്ധുക്കളാവാം, ഫ്രണ്ട്സ് ആവാം, ആരും ആവാം, ഓക്കെ, അങ്ങനെ ഒരു പേഴ്സൺ അവർ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിക്ക് നമ്മൾ കുറച്ച് ദിവസം എടുത്തിരുന്നു. അപ്പം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു സിമിലർ, അതായത് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതാരോ ആയിക്കോട്ടെ, എനിക്ക് ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ബന്ധുക്കളാവാം, ലൈക്ക് എന്താ പറയുക, ജോലി സ്ഥലത്തുള്ള ആൾക്കാരാവാം, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈവൻ റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ, ഓക്കെ, അതിലേതിലെങ്കിലും ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് അവർ ഹാപ്പി ആണോ, അവർക്ക് എന്താ കിട്ടുന്നത്, അവർക്ക് എന്താണ്, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കരുത് എന്നാണ് പറയുക. ബട്ട് എന്നാലും അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അതോ അവർക്ക് എന്തെങ്കിലും അവർ ചെയ്തതിൻ്റെ റിഗ്രറ്റ് ഉണ്ടോ എന്ന രീതിക്കൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി അതാരും ആവാം. ഇന്ന് ഞാൻ കുറച്ച് കോമൺ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഏത് വ്യക്തിയാവാം. സോ ഞാൻ ബന്ധുക്കൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എന്ന രീതിക്കെല്ലാം ഞാൻ ഐ തിങ്ക് കണക്കാക്കി ഞാൻ പറയും. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർക്ക് അതിനുശേഷം അവർക്ക് വല്ല റിഗ്രറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ആരാണ് എന്ന രീതിക്ക് ഒരു ആൻസർ. സോഡ്സ് ആണ്, കിങ് ഓഫ് സോഡ്സ്. ലവേഴ്സ് ഇവിടെ ബോട്ടം വന്നിട്ടുണ്ട്. സോ ഞാൻ എടുക്കുന്ന, ഓക്കെ, എൻഡായി പോയ റിലേഷൻ. ഓക്കെ, ഗ്രേറ്റ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം അതിന്. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത് നോക്കാം, ഞാൻ പറയാം. പ്രിൻസസ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കോയിൻസ്, മൂൺ കാർഡ്, ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ടോ, വിഷമമുണ്ടോ, വാവ്, ഗ്രേറ്റ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിന് കറക്റ്റായിട്ട് യൂണിവേഴ്സ് ഗൈഡൻസ് തരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ പറയാം, ഇതിനെക്കുറിച്ചൊക്കെ ഇടയിൽ എടുത്തിട്ട് പറയാം. മെയിനായിട്ട് ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 8 ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി അവർ നിങ്ങളെ ഒരുപാട് കൺട്രോളിങ് ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വല്ലാതെ നിങ്ങളെ കൺട്രോൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം, അവർക്ക് പ്രയോറിറ്റിയാണ്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ, ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ, ബട്ട് എന്നാലും എല്ലാം അവരുടെ ഇഷ്ടത്തിന് നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. നിങ്ങളെ അതുപോലെ ഈവൻ പെരുമാറ്റത്തിൽ, ഓക്കെ, അതായത് അവർ എന്ത് പറയുന്നു അതെല്ലാം നിങ്ങൾ യെസ് പറയുക, ആ രീതിക്കാവാം. അങ്ങനെ അവരെന്തെങ്കിലും ചെയ്താൽ പോലും നിങ്ങളത് വിട്ടുകൊടുക്കുക എന്ന രീതിയിൽ, അങ്ങനെയൊക്കെ പലതരത്തിൽ ഐ തിങ്ക് നിങ്ങളെ ഒരു തരം കൺട്രോൾ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങളുടെ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്കെങ്കിലും അത് നിങ്ങളുടെ ഒരു എക്സ് ലവർ ആയിരിക്കാം, എക്സ് റിലേഷൻഷിപ്പ് ആയിട്ട് എടുക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ മാരേജ്, എക്സ് ഹസ്ബൻഡ് അങ്ങനെ എടുക്കാം, എക്സ് ഹസ്ബൻഡ്, എക്സ് വൈഫ് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ എടുക്കാം. എൻഡായി പോയ ഒരു കാര്യമാണ്. എനിക്ക് എൻഡായി പോയ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അതിൻ്റെ കാര്യമായിരിക്കും ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് വിട്ടുമാറിപ്പോയത്, ഇപ്പോൾ റീസെൻ്റ്ലി ചിലപ്പോൾ വിട്ടുമാറിപ്പോയ ഏതെങ്കിലും ബന്ധങ്ങൾ, ലൈക്ക് ഇപ്പോൾ നിങ്ങളൊരു റൊമാൻറ്റിക് ആയിട്ട് ആരോടെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ വിട്ടുമാറിപ്പോയി കാണാം. കുറച്ച് പേർക്ക് ലവേഴ്സ് എനർജി ഉണ്ട്. അല്ലാത്തവർക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ, അതിപ്പോൾ ഫ്രണ്ട്സ് ആയാലും ശരി, ഫാമിലി ആയാലും ശരി, ബന്ധുക്കൾ ആരോ ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, പക്ഷെ അവരിപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റഡ് ആണ്.
ഓക്കെ, നിങ്ങളിപ്പോൾ അവരോട് കോൺടാക്ട് ഇല്ലാതിരിക്കുന്നുണ്ടാവാം, സംസാരിക്കാതിരിക്കുന്നുണ്ടാവാം, ഈവൻ കാണുന്ന ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം ലൈക്ക് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്ത് നടക്കുക. ഓക്കെ, അവരും നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ ഒരു തരത്തിൽ എൻഡിങ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണുമായിട്ട് കോൺടാക്ട് ഇല്ല, ആ പേഴ്സണോട് സംസാരിക്കാറില്ല. അതിപ്പോൾ ആരായാലും, ഈവൻ നല്ല ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയാലും ശരി, നിങ്ങൾ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയാലും നിങ്ങൾ ഐ തിങ്ക് അവരുമായിട്ട് ഒരു ടച്ച് ഇല്ലാത്ത പോലെ. ഓക്കെ, ഇത് ആക്ച്വലി ഇവിടെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. സോ ആ രീതിക്ക് നിങ്ങൾ രണ്ട് വഴിക്ക് പിരിഞ്ഞ പോലെ, എനിക്ക് അങ്ങനെ പറയാം. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് റിലേഷൻഷിപ്പ് തന്നെയാണ്, കുറച്ച് പേർക്ക് നിങ്ങൾ വേറെ എന്തും രീതിയിൽ എടുത്തോളൂ. നിങ്ങളുടെ ലൈഫിൽ ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച് അത് നിങ്ങൾ ആലോചിക്കുക, ആ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ ഓക്കെ ഇപ്പം അവർ ലൈഫിൽ ഓക്കെ അവർക്കിപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് എവിടെയോ അവരെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് സോറി പറയണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അപ്പോൾ ചെയ്തതിൻ്റെ റിഗ്രറ്റ് തന്നെയാണ്. അവർക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്തതിന് അവർക്ക് വിഷമമുണ്ട്. ഓക്കെ, അവർക്ക് റിഗ്രറ്റ് ഉണ്ട് നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിന്. അവരിപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ഇല്ലായിരിക്കും, പക്ഷെ അവർക്ക് ഐ തിങ്ക് കോണ്ടാക്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, നിങ്ങളോട് സോറി പറയണം എന്നൊരാഗ്രഹമുണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ മൂൺ കാർഡാണ്. സോ അവർ ഈ പകലൊന്നും മേ ബി അത്ര നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല, പക്ഷേ രാത്രി സമയങ്ങളിൽ, അങ്ങനത്തെ സമയങ്ങളിൽ ഐ തിങ്ക് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് അവർക്ക് ഒരു ഇമോഷണലായി പോകാറുണ്ട്. ഇമോഷണൽ എന്ന് മാത്രമല്ല, അവർക്ക് ആ റിഗ്രറ്റ് ശരിക്കും ചില സമയത്ത് രാത്രി പറയില്ലേ, മേ ബി രാത്രി നേരത്തെ ചിലപ്പോൾ അവർ ഡ്രീംസിൽ വരെ നിങ്ങൾ വന്ന് അവർക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാവും, എന്നിട്ട് അവർ നിങ്ങളോട് ചെയ്ത തെറ്റ് ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. യൂണിവേഴ്സ് അത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ചില സമയത്ത് യൂണിവേഴ്സ് കാണിക്കുന്നതായിരിക്കും, അവർ ചെയ്ത മിസ്റ്റേക്ക് കാണിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾ എത്ര കറക്റ്റായിരുന്നു, അവരെത്ര തെറ്റായിരുന്നു എന്നുള്ള അവർ തിരിച്ചറിയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒട്ടും നമ്മൾ ഓർക്കാതെ, ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കാം, ചിലവർക്ക് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശാന്തമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവരെവിടെയോ അവരുടെ മനസ്സിൻ്റെ ഉള്ള ആ ഒരു റിഗ്രറ്റ്, അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നുള്ള ഒരു റിഗ്രറ്റ് അവരുടെ ഉള്ളിൽ കയറി വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഇപ്പോൾ സെപ്പറേഷൻ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ചിലവർക്ക് അത് ആലോചിച്ച് നല്ലോണം ടെൻഷൻ ഉണ്ട്, അവർ സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. ആൻഡ് ഇവിടെ 10 ഓഫ് കോയിൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം. ഓക്കെ, ഫാമിലി മെമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആരെങ്കിലും, അങ്ങനെയാവാം, റിലേഷൻഷിപ്പും ആവാം. ഓക്കെ, ഫാമിലി എന്ന് ഞാൻ പറഞ്ഞു, ഫാമിലി മാത്രമല്ല, ഈവൻ റിലേഷൻഷിപ്സിൻ്റെ കാര്യം ആവാം, ലൈക്ക് ഹസ്ബൻഡ് വൈഫ് ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞു, എക്സ് വൈഫ് എക്സ് ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി, ലൈക്ക് കമ്മിറ്റ്മെൻറ്റിന് റെഡി ആയിരുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയതായിരിക്കാം, അങ്ങനെയാവാം. ചിലവർക്ക് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് അങ്ങനത്തെ ആൾക്കാരായിരിക്കാം, ഫാമിലിയിലുള്ള ആരെങ്കിലും മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചത്. ചിലവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ആവാം. ഓക്കെ, നമ്മൾ എല്ലാ കാര്യവും കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലവർ നിങ്ങളെ ഫൈനാൻഷ്യൽ ചീറ്റിംഗ് ചെയ്തതായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യലി യൂസ് ചെയ്ത ആൾക്കാരായിരിക്കാം. അപ്പം അതിൻ്റെ ആണ് ഇവിടെ കാണുന്നത് കാർഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അവർക്ക് റിഗ്രറ്റ് ഉണ്ട് ഒരുപാടെന്ന്. ഓക്കെ, അവർ ആ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. ഓക്കെ, ആ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഐ തിങ്ക് അവർ ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഇഷ്ടങ്ങൾ പോലെയാണ് എല്ലാം നടന്നത്. ഓക്കെ, അപ്പോൾ എവിടെയോ നിങ്ങളതിൽ പക്ഷേ സ്റ്റക്കായിട്ട് നിന്നു കുറേ കാലം. ഐ തിങ്ക് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുത്തൊക്കെ നിന്ന് കാണാം. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് വൺസ് ആണ്. അഗെയിൻ കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. ഇത് രണ്ടും പറയുന്ന കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ സ്റ്റെപ്പ് എടുക്കാൻ അവർക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. അവർ ആ തെറ്റ് ചെയ്ത് അവർക്ക്, ഞാൻ പറഞ്ഞില്ല, റിയലൈസേഷൻ ഉള്ളതുകൊണ്ടാണ്. അവർക്കറിയാം അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മടി. സോറി പറയണം എന്നുള്ളൊരു ആഗ്രഹമാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒന്നിക്കാൻ പറ്റാത്തത്ര ഐ തിങ്ക് ആ ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അവരെ ആ വേദനിപ്പിച്ച് അവസാനം നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തപ്പോൾ, ആക്ച്വലി ഇവിടെ ഏസ് ഓഫ് സോർട്സ് ഉണ്ട്, അവസാനം നിങ്ങൾ ഈ സ്റ്റെപ്പ് എടുത്തപ്പോൾ ഐ തിങ്ക് അത് ഫുള്ളി ഇനി ഒരിക്കലും അത് റിപ്പയർ ആവാത്ത തരത്തിൽ ഐ തിങ്ക് ആ ടവർ മൊമെന്റ് വന്നു. ഓക്കെ, നിങ്ങളായിരുന്നു ഇവിടെ തീരുമാനം എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോയാലും ശരി, നിങ്ങളെ വിട്ടുപോയാലും ശരി, ഐ തിങ്ക് നിങ്ങളാണ് ഇവിടെ ചെയ്ത് കാണാം. ഓക്കെ, മേ ബി ഫൈനലി നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ദാറ്റ് ഇനഫ് ഇസ് ഇനഫ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, മതി എന്ന രീതിയിൽ യെസ് നിങ്ങളാണ് മൂവ് ഓൺ ചെയ്തത്, നിങ്ങളാണ് ഇവിടെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഇത് അഗെയിൻ ഫാമിലിയുടെ കാണുന്നുണ്ട്, കുട്ടിയും കൂടി ഉണ്ട് ഇവിടെ. സോ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ എക്സ് വൈഫ് എക്സ് ഹസ്ബൻഡ് വളരെ ഇതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളാണ് ഇവിടുന്ന് ഐ തിങ്ക് ആ റിലേഷൻഷിപ്പ് വിട്ട് മാറി പോകുന്നത്. ഓക്കെ, അത് ആൻഡ് ഇവിടെ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ആരോ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഫൈനലി ഐ തിങ്ക് തീരുമാനം എടുത്തു ദാറ്റ് ഇനി ഇത് ഈ സിറ്റുവേഷനിൽ വേണ്ട എന്ന രീതിയിൽ ഐ തിങ്ക് നിങ്ങൾ ആക്ഷൻ എടുത്തു. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഫൈനലി ഇത് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി നിങ്ങൾ പോയപ്പോൾ ഇവിടെ ഒരു ഡെവിളാണ് വീഴുന്നത്. ഇതൊരു ഏഞ്ചൽ പോലെയുണ്ട്, ഇത് ഡെവിൾ പോലെയുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ പറയാൻ റീസൺ ഇതാണ്, ഇവിടെ ഡെവിൾ ആൻഡ് ഏഞ്ചൽ രണ്ടും ഉണ്ട്. ഇവിടെയും അതേ കാർഡാണ്. സോ നിങ്ങൾ തമ്മിൽ ഡെവിൾ, യെസ്, നിങ്ങൾ ആ ഡെവിളിൻ്റെ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചു ദാറ്റ് ഇനി ഇത് പറ്റില്ല എന്നുള്ള തീരുമാനിച്ചു. നിങ്ങൾ കോൺഫിഡൻസോടെ കട്ട് ഓഫ് ചെയ്തു ഇതിനെ, സിറ്റുവേഷനെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എന്ന രീതിക്ക് ഞാനതാ പറഞ്ഞത്. യെസ്, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയി. അതിപ്പോൾ ആരായാലും സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് അങ്ങനെ എടുക്കണ്ട കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ ഫാമിലി മെമ്പർ ആയാലും അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാതെയായി, അവരെ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ട്സ് ആയാലും ശരി, നിങ്ങൾ ഐ തിങ്ക് അവരുമായിട്ട് ടോട്ടലി കോൺടാക്ട് കട്ട് ഓഫ് ചെയ്തു. ഓഫീസ് കൊളീഗ്സ് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ടോട്ടലി അവരെ ഇനി ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, യെസ്, അവരെ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച ആള് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കാർഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓക്കെ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ കാർഡ് കണ്ടപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എന്നിട്ട് എവിടെയോ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേദന കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് കൂടി ആയിരിക്കാം ഈ റിയലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് അവരെവിടെയോ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. എന്താ വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ പറയാം, അതിനനുസരിച്ച് പറയാം. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെ കുറിച്ച് എനിക്കൊരു കുറച്ചുകൂടെ കാർഡ്സ്. Queen of Cups, Six of Wands, Hierophant, wow, and Death. Same card, repeat. Five Wands, Strength, Chariot. Yes, നിങ്ങൾ തന്നെയാണ് മൂവ് ഓൺ ചെയ്തത്. നിങ്ങൾ തന്നെയാണ് ഈ സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ വളരെയധികം ആ പേഴ്സണിനെ കെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ചിലവർക്ക് ഈവൻ മാരേജ് ആണ് കാണുന്നത്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാരീഡ് സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എക്സ് വൈഫ് ഹസ്ബൻഡ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ആവാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലോണം അവരെ കെയർ ചെയ്തിട്ടുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലേഡി ആവണമെന്നില്ല, ജെൻസും ആവാം. കിങ് ഓഫ് കപ്സ് എടുത്തോളൂ. നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്തു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്തു. നിങ്ങൾ ഈ കോമ്പറ്റീഷൻ, അതായത് നിങ്ങൾക്ക് മറ്റുള്ളവർ ചിലപ്പോൾ ഗോസിപ്പൊക്കെ വന്നിട്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നത്. നിങ്ങൾ ഈ കോമ്പറ്റീഷന് ഞാൻ ഇനി ഇല്ല എന്ന് തീരുമാനിച്ചു. അതായത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ആരായാലും അവരുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ ടോട്ടലി ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി അവിടുന്ന്. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചു ഞാൻ ഈ കോമ്പറ്റീഷനിൽ ഞാൻ നിൽക്കില്ല എന്നുള്ളത്. ഓക്കെ, എനിക്ക് നിങ്ങൾ എന്തോ ആയിക്കോളൂ നിങ്ങളുടെ ലൈഫ്, ഞാൻ എൻ്റെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് എൻ്റെ ഇത് വിട്ടുപോയതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അത് അപ്പോഴാണ് അവർക്ക് ചില റിയലൈസേഷൻസ് വന്നത് എന്നാണ് എനിക്ക് കാണുന്നത്. ഞാനിതൊന്ന് ഷഫിൾ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ ആ വ്യക്തിയുടെ ഒരു ചെറിയ ഫീലിങ്സ് എന്ന രീതി കൂടെ എടുക്കാം. ലാസ്റ്റ് ആ വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുകൂടെ എടുത്ത് നോക്കുന്നത്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് അവരിപ്പോൾ എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ചിന്തിക്കുന്നത്. ലെറ്റ്സ് സീ അവരുടെ ലൈഫ്. അവരിപ്പം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർക്ക് ആ റിഗ്രറ്റ് ഉണ്ട് നല്ലോണം. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് വളരെ പവർഫുൾ ആയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഗ്രോത്ത് അവർ കാണുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ തിരിച്ചു വന്ന് നിങ്ങളുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്ന് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് വരാനാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എനിക്ക് ആ രീതിയിലാണ് ഫീൽ ചെയ്തത്. ടു ഓഫ് വൺസ്. അവർ പക്ഷെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവർക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഓക്കെ, അവർക്ക് വരണം എന്നുണ്ട് നിങ്ങളുടെ അടുത്ത് തിരിച്ച്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. ബട്ട് അവർക്ക് ഒരു പേടിയുണ്ട്. ദാറ്റ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അവരെ എന്താ പറയുക, നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുമോ എന്ന രീതിക്ക് തോന്നിയോ. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ്. യെസ്, നിങ്ങൾ അവരോട് ചിലപ്പോൾ
അവരെ നിങ്ങൾ എന്താ പറയുക വെട്ടിക്കീറുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അവർ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വരാൻ ശ്രമിക്കുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുകയാണ്. ഓക്കെ, ആ പേഴ്സൺ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മോഡിലല്ല ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതുകൊണ്ട് അവർ തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു ഇതില്ല, ഫേസ് ഇല്ല അവർക്ക്. ഓക്കെ, അങ്ങനെ പറയാം. ആൻഡ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൽ നിന്ന് എടുക്കാം. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെ കാര്യം അതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത്? ഓട്ടം, ഹാർവെസ്റ്റ്, ഇൻറ്റഗ്രേഷൻ, യൂണിയൻ, സെൽഫ് ലവ്, ക്രിയേഷൻ, ഇൻറ്റൻഷൻ. സ്പ്രിങ്ങും ഉണ്ട് ഇവിടെ, 2 ടൈം വന്നിട്ടുണ്ട്. ഡിസെപ്ഷൻ, ടെംപ്ടേഷൻ. ഓ വാ, ഓക്കെ, ചേഞ്ച്, കറേജ്. യെസ്, നിങ്ങളാണ് അവരെ വിട്ടു പോയത്. ഓക്കെ, നിങ്ങളാണത് വിട്ട് മാറിയത്. നിങ്ങൾ കറേജ് വെച്ച് നിങ്ങൾ ആ സിറ്റുവേഷൻ നിന്ന് മാറിയതാണ്. ഓക്കെ, ചിലവർക്ക് ഓക്കെ ഗ്രേറ്റ് മെമ്മറീസ്. നിങ്ങളുടെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ഓക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈവൻ ഫ്രണ്ട്സ് ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും വേറെ ഏത് റിലേഷൻഷിപ്പ് ആയാലും ശരി, ഈവൻ ഫാമിലി മെമ്പർ നിങ്ങളെ ഇപ്പോൾ കോൺടാക്ട് ഇല്ല എന്നുണ്ടെങ്കിലും അവരെ മനസ്സിലെവിടെയോ നിങ്ങളുമായിട്ട് മേ ബി പണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും അല്ലേ, നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും, നല്ല ക്ലോസ് റിലേഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആക്ച്വലി ലവ് റിലേഷൻഷിപ്പ് അങ്ങനത്തെ വല്ല കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു റീയൂണിയന് സാധ്യതയുണ്ട്. ഓക്കെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ എനിക്കത് കൂടുതലും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു റൊമാൻറ്റിക് കണക്ഷൻ പോലെയാണ് കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ട്, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ നിങ്ങൾ തിരിച്ച് റീയൂണിയൻ ഉണ്ടാവും. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇവിടെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരണം. ആദ്യത്തെ കാര്യം ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിച്ച് തുടങ്ങണം. എന്നാൽ മാത്രമേ ഈ ഒരു മാറ്റങ്ങൾ കാണുള്ളൂ. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം. ആൻഡ് ഇവിടെ ചിലവർക്ക് നിങ്ങളുടെ ആ വ്യക്തി, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വീണ്ടും ഒരു ചതിക്കാൻ കൂടിയായിരിക്കാം. അതായത് വീണ്ടും അതേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അവരെന്താണോ മുമ്പ് ചെയ്തത് അത് വീണ്ടും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കാം. ഓക്കെ, 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ചിലവർക്ക് ഇവിടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ ചിലവർക്ക് നിങ്ങൾക്കത് നല്ലതായിരുന്നു എങ്കിൽ മാത്രം ഓക്കെ നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാം. മുമ്പ് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനം വളരെ സൂക്ഷിച്ചെടുക്കണം ഇതിൽ. ചിലവർക്ക് അതൊരു ടെംപ്ടേഷനായിട്ട് ചിലപ്പോൾ തിരിച്ചു വരും. 2 സിനാരിയോ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നല്ലൊരു വ്യക്തിയായിട്ട് അവർ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. കുറച്ച് പേർക്ക് നിങ്ങളെ വീണ്ടും ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടിയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ചേഞ്ച്, കറേജ് നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഈ കറേജ് നിങ്ങളാണ് വരേണ്ടത്. ദാറ്റ് ഇങ്ങനത്തെ ഈ പേഴ്സൺ ഒരിക്കൽ വേദനിപ്പിച്ചു പോയ ആളെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഓട്ടമും ഉണ്ട്, സ്പ്രിങ്ങും ഉണ്ട്. സോ ഓട്ടം ഇത് കഴിഞ്ഞു, ഇവിടുത്തെ സീസൺ ഇത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇവിടെ ഒക്ടോബർ ആ ഒരു സമയമാണ്, സെപ്റ്റംബർ ഒക്ടോബർ സമയമാണ്. സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർച്ച് ഏപ്രിൽ സമയമാണ്. സോ ഒന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് സെപ്റ്റംബർ അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ അല്ലേ, മാർച്ച് ഏപ്രിലിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പേഴ്സൺ തിരിച്ചു വരാം. അപ്പം ഏത് കണക്ഷൻ ആയാലും ഓക്കെ, ഞാൻ വെറുതെ എടുത്തെടുത്ത് പറയുകയാണ്. ബിക്കോസ് നിങ്ങൾ ഇടയിൽ കൂടെ വല്ലപ്പോഴും വന്ന് കേട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ യെസ്, ചിലവർക്ക് ഈ ഒരു മാർച്ച് ഏപ്രിലാകുമ്പോൾ എന്തെങ്കിലും അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ നെക്സ്റ്റ് സെപ്റ്റംബർ ആവും. ഓക്കെ, ആൻഡ് ഇവിടെ അവർ വരും. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു വ്യക്തിയായിട്ട് അവർ തിരിച്ചു വരും. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആണെങ്കിൽ. ഓക്കെ, അല്ലാത്തവർക്ക് ഇവിടെ കുറച്ച് സൂക്ഷിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കി മാത്രം ചെയ്യാം. ഇതിൽ മെയിൻ വേണ്ടത് നിങ്ങൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങാം. ഇനിയൊരിക്കൽ നിങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. ഓക്കെ, നിങ്ങളെ വേദനിക്കാൻ അവസരം ഇനി ഒരിക്കൽ കൊടുക്കരുത്. ഒരിക്കൽ നിങ്ങൾ ലെസൺ കിട്ടിക്കഴിഞ്ഞു, പഠിച്ചിട്ട് നിങ്ങളാണ് മാറേണ്ടത്. ഓക്കെ, ഒരു വ്യക്തിക്ക് അവസരം കൊടുക്കണോ വേണ്ടേ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.